ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ചിട്ടാണ്. ലോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ രീതിയിൽ തുച്ഛമായ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് കേരളത്തിലുടനീളം എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. മുരിങ്ങയില എല്ലാവരുടെ വീട്ടിലുണ്ട് അല്ലേ? മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവരൊക്കെ നല്ല രീതിയിൽ തന്നെ വളർത്താനും ഇല്ലാത്തവർ അങ്ങനെ ഒരു തൈ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനും ശ്രമിച്ചുള്ളൂ. കാരണം ഇപ്പം മുരിങ്ങയില വെച്ചിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇപ്പോൾ വളരെയധികം പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് മുരിങ്ങയില ഉണക്കി പൊടിച്ച് പൗഡറാക്കി എങ്ങനെ സെയിൽ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് മുരിങ്ങയില നോർമൽ രീതിയിൽ വീട്ടിൽ നിന്ന് കിട്ടണ മുരിങ്ങയില അത് കഴുകി വൃത്തിയാക്കി നോർമൽ വെയിലത്തിട്ട് ഉണക്കി എടുക്കണമായിട്ട് നല്ലത്. നമുക്ക് ഒരു ഡീഹൈഡ്രേറ്റഡ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു 10,000 രൂപയെ ചിലവ് വരുള്ളൂ. ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ആ ഒരു മെഷീൻ മേടിച്ച് നമ്മളിത് നല്ല രീതിയിൽ ഉണക്കി പൊടിക്കാൻ, ഇനി അതിന് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഗ്രൈൻഡർ വേണോ അങ്ങനെയുള്ള അതിനായിട്ടും നല്ലത് നമുക്ക് വീട്ടിലുള്ള ഒരു മിക്സി നല്ല രീതിയിൽ ഫൈൻ പൗഡറായിട്ട് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാം. നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് നമുക്ക് നല്ല പാക്കേജിങ് ബ്രാൻഡിങ് നെയിമൊക്കെ കൊടുത്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു 250 ഗ്രാമിന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ 300 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് നമുക്ക് 250 ഗ്രാമിന് 300 രൂപ കിട്ടിയത് നഷ്ടം ഉണ്ടാവുമോ? ഇല്ല, നമുക്ക് കുറച്ച് എഫേർട്ട് ഇടണമെന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ 1 കിലോ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 രൂപ കിട്ടും. ഇതിന് വീട്ടിൽ മുരിങ്ങയില ഇല്ല, ഇനി ഞങ്ങൾക്ക് ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പൊടിച്ചെടുക്കാനുള്ള ഒരു സമയമില്ലാത്ത ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയില പൗഡർ നമുക്ക് ഇന്ത്യ മാർട്ട് പോലത്തെ ഷോപ്പിംഗ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 1 കിലോ 160 രൂപയ്ക്ക് ലഭിക്കും. അത് നമുക്ക് ആ 160 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കത് മേടിച്ചിട്ട് ഇതേപോലെ 250 ഗ്രാമിൻ്റെ പാക്കറ്റുകളിലാക്കിയിട്ടും നമുക്കിത് സെയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യുകയാണെങ്കിലും ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി ഓൺലൈൻ ത്രൂ നമുക്ക് സെയിൽ ചെയ്യാം. അങ്ങനെ ആയാലും നമുക്ക് ഏകദേശം 3 കിലോ സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1 കിലോ സെയിൽ ചെയ്യുമ്പോൾ തന്നെ 1200 രൂപ കിട്ടും. 160 രൂപയ്ക്ക് മേടിച്ച സാധനം നമ്മൾ 250 ഗ്രാമിൻ്റെ പാക്കേജുകളിലാക്കിയിട്ട് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 1200 രൂപ കിട്ടും. ഇത് 1 കിലോ സെയിൽ ചെയ്യുമ്പോൾ ഇത് തന്നെ നമ്മൾ ഒരു ദിവസം ഒരു 3 കിലോ ഒക്കെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം 1 കിലോന് 160 രൂപ വെച്ച് മേടിക്കുന്ന സാധനം നമ്മൾ ആ സെയിം 1 കിലോ കുറച്ച് പാക്കേജിങ് ബ്രാൻഡ് നെയിമൊക്കെ കൊടുത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 1200 രൂപയ്ക്ക് മുകളിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് ഒരു ദിവസം നമ്മളൊരു 3 കിലോ ഒക്കെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു ദിവസം 3000 രൂപ വെച്ച് നമുക്ക് ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മാസം നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ എല്ലാ എക്സ്പെൻസും ചിലവുകളും കഴിഞ്ഞാലും 50,000 രൂപയുടെ മുകളിൽ തന്നെ നമുക്ക് ലാഭവും ഉണ്ടാവും. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ബിസിനസ് ഐഡിയ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.